കൊല്ലത്തെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിൽ. ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കേസിൽ 3-ാം പ്രതിയാണ് മിനി നമ്പ്യാർ. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു കണ്ണൂരിൽ നിന്നും. നിഖിൽ, വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെ? രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി സന്തോഷുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് മുൻപും ശേഷവും ഇവർ തമ്മിൽ 1-ാം പ്രതി സന്തോഷും മിനി നമ്പ്യാരും തമ്മിൽ നടത്തിയ ഫോൺ രേഖകൾ പരിശോധിച്ചാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി ഇപ്പോൾ മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. കേസിലെ 3-ാം പ്രതിയാണ് മിനി നമ്പ്യാർ. 2-ാം പ്രതി സിജോ ജോസഫ് എന്നയാളാണ്. ഇദ്ദേഹമായിരുന്നു തോക്ക് ഈ പ്രതിയായ സന്തോഷിന് എത്തിച്ചു കൊടുത്തത്. അങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ ഈ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. മാർച്ച് 20-ാം തീയതിയാണ് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ച് സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ തോക്ക് മിനി നമ്പ്യാർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിറകിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ മിനി നമ്പ്യാരെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നതായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അങ്ങനെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് ഇവർ തമ്മിൽ ഈ കൊലപാതകത്തിന് മുൻപും ശേഷവും സംസാരിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമായതോടുകൂടിയാണ് അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. ഈ മിനി നമ്പ്യാരുമായുള്ള ബന്ധം ചോദ്യം ചെയ്തതാണ് സന്തോഷിനെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്ന് തുടക്കത്തിൽ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസിന് ആ ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ഫോൺ രേഖകൾ ശേഖരിച്ച് പരിശോധിച്ചത്. ഇതിൽ നിന്നാണ് മിനി നമ്പ്യാർക്ക് കൂടി ഈ കൊലപാതകത്തിൽ അതിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായത്. ശരി നിഖിൽ. കണ്ണൂർ കൈതപ്പുറം രാധാകൃഷ്ണൻ കൊലക്കേസിൽ ഭാര്യ അറസ്റ്റിലായിരിക്കുകയാണ്. നിഖിലാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.